ഇപ്പോൾ നമ്മൾ കാണുന്നത് സംവിധായകൻ മിഷ്കിൻ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അടുത്ത തന്നെ സിനിമ ഉപേക്ഷിച്ചേക്കും. സിനിമയിൽ നിന്ന് സന്തോഷം ലഭിക്കുന്നില്ല, എല്ലാവർക്കും മത്സരബുദ്ധി മാത്രമാണ്. സിനിമ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ഥാപ താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ, ജാതി താല്പര്യങ്ങൾ, വാണിജ്യ താല്പര്യങ്ങൾ, ഉപജാതി താല്പര്യങ്ങളൊക്കെയുള്ള ഒരു മേഖലയാണ്. പണക്കാരുടെയും പൗരപ്രമാണിമാരുടെയും കള്ളക്കടത്തുകാരുടെയും തട്ടിപ്പുകാരുടെയും വെട്ടിപ്പുകാരുടെയും അണ്ടർവേൾഡിൻ്റെയും മാഫിയയുടെയൊക്കെ പൈസ കിടന്ന് മറിയുന്ന ഒരു മേഖലയാണ്. അവിടെ സത്യം, നീതി, ന്യായം, ധർമ്മം ഒന്നുമില്ല. ഒരാളുടെ കഠിനമായ അധ്വാനത്തിനൊന്നും ആരും വില കൽപ്പിക്കാറില്ല. അവിടെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാറില്ല. അധികം പേരും അവസരവാദികളാണ്. അവസരങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മളെ വിളിക്കുകയുള്ളൂ. പുറമേ കാണുമ്പോൾ ഉള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ആർക്കും ആരോടും ആത്മാർത്ഥത ഉണ്ടാവില്ല. ബിക്കോസ് ആർക്കൂടെ വളരെ കുറച്ച് സ്പേസ് മാത്രമേ മലയാളം സിനിമയിലുള്ളൂ. അതിൽ ആരെങ്കിലും മറ്റൊരുത്തനെ ചവിട്ടി മുകളിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അത്. ചതി ഒരു വജ്രായുധമാണ്. അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരാളെ ചതിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് മലയാളം സിനിമയിൽ ഒരു പാവമല്ല. ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുന്നവരും ക്യാമറയുടെ പിമ്പിൽ നിന്ന് അഭിനയിക്കുന്നവരും ഒരുപാട് ആളുകൾ ഉണ്ട്. സിനിമ ജീവിതത്തിൻ്റെ ഒരു മാർഗമായിട്ട് മാറ്റിയിട്ടുള്ളവരുണ്ട്. ചില പ്രത്യേക ആളുകൾക്ക് ചില സംവിധായകന്മാരെ പറ്റില്ല, നടന്മാരെ പറ്റില്ല, നടിമാരെ പറ്റില്ല. അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ രീതിയുണ്ട്. മെഗാസ്റ്റാറുകളൊക്കെ ആണെങ്കിൽ അവരുടെ കാര്യം മാത്രം നോക്കിയിരിക്കുന്നവരാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അവർ രക്ഷപ്പെടും എന്നുള്ളതല്ലാതെ അവർ മറ്റൊരാൾക്ക് വേണ്ടി അങ്ങനെ ശുപാർശയൊന്നും ചെയ്യാറില്ല. ശുപാർശ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അപ്നാണ്. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ ഒരു സംവിധായകൻ വന്നിട്ട് ഒരു സിനിമ ചെയ്ത് അതിനകത്ത് രക്ഷപ്പെട്ടു പോകുകയെന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. കാരണം 90% സിനിമകളും നഷ്ടമാണ്, നഷ്ടക്കച്ചവടമാണ്. പോരാതെ ഒരുത്തനെ മറ്റൊരുത്തനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ, അസൂയ, സ്വാർത്ഥത എല്ലാം ഉണ്ട്. പുറമേ നോക്കുമ്പോൾ അത് വളരെയധികം മധുരിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് തോന്നും. പുറമേ നോക്കുമ്പോൾ എല്ലാവരും ചിരിച്ചും കളിച്ചുമൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ആണെന്ന് എല്ലാവർക്കും തോന്നും. അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല അത്. അപ്പോൾ ഇതുപോലുള്ള സംവിധായകന്മാരൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരുപാട് പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അതിനുള്ളിലിരിക്കുന്ന ലോബികളുടെ പ്രത്യേക രീതിയിലുള്ള സമീപനം, അവരുടെ ചൂഷണം, അവരുടെ ഭീഷണിക്ക് ഒന്നും നിൽക്കാതെ അത് താങ്ങാൻ കഴിയാതെ അവർ സിനിമ വിട്ട് പോകേണ്ട ഗതികേടാണ് ഉള്ളത്. അത് സിനിമയിൽ സർവ്വസാധാരണമാണ്. അതൊക്കെ അറിഞ്ഞിട്ട് വേണം ഒരു സിനിമാ സംവിധായകനായിട്ട് പോകാൻ.